തേനുണ്ടല്ലേ? തേനുണ്ട്. ഇലവും നിറച്ചും തേനായിട്ടുണ്ട്. ചില കൂട്ടിൽ അടയും കൂടുതൽ കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് സ്മോക്കർ അടിക്കുന്ന പറഞ്ഞാൽ ഈച്ച അങ്ങ് ഒന്ന് കുറച്ച് ഈച്ച താഴോട്ടങ്ങ് ഉള്ളിലോട്ട് ഇറങ്ങുകയും കുറച്ച് ഈച്ച നമുക്ക് കുടഞ്ഞു കളയാനും പറ്റും. അല്ലെങ്കിൽ ഈച്ച ആക്രമിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ എടുക്കുന്ന സമയത്ത് അല്ലെ ചുമ്മാതെ എടുക്കുന്നതല്ല, തേനൊക്കെ എടുക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ ചെറുതേന്റെ കൂടുകളാണ് ഇതെല്ലാം. അതല്ലേ? അതല്ല കണ്ണാടി എന്തോ സ്മോക്കറെ തേനീച്ച നമ്മളെ കുത്തുമ്പോളേ ഇതിനൊരു കൊമ്പുണ്ട് തേനീച്ചക്ക്. ആ കൊമ്പ് നമ്മളെ എടുത്തു കളയാൻ വേണ്ടി കണ്ണാടി നോക്കിയിട്ട് എടുത്തു കളയാൻ വേണ്ടിയുള്ള ഒരു സംഭവം. യഥാർത്ഥത്തിൽ ഇതൊരു 5 ദോസി 6 ദോസി വേണം ഈ തേനെ നമുക്ക് എടുക്കാനൊക്കെ ഉണ്ട് സമയം. ഇത് സീൽ ചെയ്തിട്ടില്ല. ഈ പുക അടിക്കുന്ന പറഞ്ഞാൽ ഈച്ച ഒന്ന് മയങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈച്ച നമ്മുടെ ഇതിനൊരു ചെറിയ സീലിംഗ് ഉണ്ട്. അത് നമ്മൾ സീൽ ചെയ്ത് തുടങ്ങിയിട്ടില്ല. സീൽ ചെയ്തേക്കണേ ഇതിപ്പോ സീല് ശരിക്കായില്ല. 3 ദിവസമായല്ലോ എടുത്തിട്ട്, അതുകൊണ്ട് സീലായിട്ടില്ല. അതെ, ഈ ഈച്ച തന്നെ സീൽ ചെയ്യും. സീൽ ചെയ്ത് കഴിഞ്ഞിട്ട് വെക്കാം. രണ്ടട ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്കുക. വേണ്ടില്ലേ? ഇങ്ങനെ കറക്കി കഴിയുമ്പോഴത്തേന് ഇങ്ങനെ വന്ന് തെറിച്ച് വന്ന് വേണ്ടില്ലേ 2 സൈഡിലോട്ട് വീഴുന്നു വെക്കും. വെയിലത്ത് വെക്കണം. വെയിലല്ലേ ഈ തേൻ ചൂടാക്കും. ചൂടാക്കുന്ന ചുമ്മാ ചൂടാക്കല്ല, ഒരു വലിയ അണ്ടാവിനകത്ത് തേൻ ഇറക്കി വെച്ച് 60 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ എത്ര 5 മിനിറ്റ് അങ്ങോട്ട് ചൂടാക്കിയിട്ട് കുപ്പികളിൽ നിറയ്ക്കും. പക്ഷെ അതിന്റെ ഗുണം യഥാർത്ഥത്തിലുള്ള ക്വാളിറ്റി നഷ്ടപ്പെടുക. തേൻ എന്ന് പറഞ്ഞാൽ പച്ചത്തേനാണ് ഏറ്റവും ഗുണമുണ്ട്. പച്ചത്തേൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2 ദിവസം വെയിലൊന്ന് കൊള്ളിക്കുക, അതിൻ്റെ അതിലെ ജലം ഒന്ന് ജസ്റ്റ് ഒന്ന് പറ്റി. അതെ അതെ, 2 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2 മണിക്കൂർ വെച്ച് 2 ദിവസം പറ്റിച്ചിട്ട് ഇതിങ്ങനെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റ്. ഈ തേനിന് ടേസ്റ്റ് നോക്കാം. ഈ തേനിന് ടേസ്റ്റ് അതിന് ടേസ്റ്റ് കുറവെന്ന് പറഞ്ഞാൽ അതല്ലേ.